ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യുവർ വെബ്സൈറ്റ് ഈസ് നോട്ട് ഇനഫ് എനിമോർ. നിങ്ങളുടെ വെബ്സൈറ്റ് മാത്രം പോരാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബിസിനസ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വെബ്സൈറ്റിന്റെ പോരായ്മകൾ, ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എവിടെയൊക്കെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റുകൾ കിട്ടും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒന്ന് രണ്ട് സെനാരിയോകൾ പറഞ്ഞിട്ട് അങ്ങനെ ഇത് കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധാരണ കണ്ടുവന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാവും. ഈ വെബ്സൈറ്റിൽ കുറെ ആളുകൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്പർ ഓഫ് വിസിറ്റേഴ്സ് പല സ്ഥലത്തുനിന്നും പല സമയത്തുനിന്നും ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ വെബ്സൈറ്റിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കുറെ ആളുകൾ വിസിറ്റ് ചെയ്യുന്നു, അതൊന്ന് പിന്നെന്താണ് ഔട്ടായി പോകുന്നു, അല്ലെങ്കിൽ അതൊരു ഡ്രോപ്പ് ആയി പോകുന്നു എന്ന് പറയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ, നമ്മുടെ സർവീസിൽ താല്പര്യമുള്ള കുറെ ആളുകൾ വരുന്നു പോകുന്നു എന്നാണ്. പക്ഷെ ആരാണ്, എവിടുന്നാണ്, എപ്പോൾ, എങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ആളുകൾക്ക് എന്താണ്, കുറെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് കൺഫ്യൂഷൻ ആവുന്നു, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ ഡ്രോപ്പായി പോവുക ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് വരുന്നൊരു സംഗതി, അല്ലെങ്കിൽ വളരെ വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇവിടെ ഒരു ചാറ്റ് ബട്ടൺ ഇല്ലാത്തൊരു സംഭവം. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിൽ കോൺവെർസേഷൻ നടത്താൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് ഒരു വാട്സപ്പിന്റെ ഒരു ബട്ടൺ കൊടുക്കുകയോ, അതിലൂടെ കുറേ ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് നോക്കും, പക്ഷെ അവിടെ എന്താണ്, ഒരു ഇന്ററാക്ഷൻ നടക്കുന്നില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. സത്യത്തിൽ എന്താണ് വേണ്ടിച്ചാൽ ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വേൾഡ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ആളുകൾക്ക് സെർച്ച് ചെയ്ത് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ സമയമില്ല. അവർക്ക് എന്ത് വേണം, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ കോൺവെർസേഷൻ നടത്തണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. അങ്ങനത്തെ കാര്യമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അതുപോലെ ഡൗട്ടുകൾ ഉണ്ടാവാം, അതുപോലെ മറ്റുള്ള കുറച്ച് അധികം കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ ഓപ്പൺ ചെയ്തിടണം എന്നുള്ളതാണ്. അത് വാട്സപ്പ് ആവുമ്പോൾ ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഏറ്റവും ആളുകൾക്ക് ഉപയോഗിക്കാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ബിസിനസ് ഓണേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, വെബ്സൈറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ഗ്രോ എനിമോർ ഇൻ ഓൺലൈൻ. വെബ്സൈറ്റ് ഈസ് നോട്ട് ഇനഫ് ഗ്രോ എനിമോർ ഓൺലൈൻ. നിങ്ങൾക്ക് വെബ്സൈറ്റ് മാത്രം പോരാ. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഷറാണ്. ഈ ബ്രോഷറിൽ എന്താണ്, ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ കാണുന്നു എന്ന് മാത്രം. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്, എൻഗേജ്മെന്റ് ആവശ്യമാണ്. എൻഗേജ്മെന്റ് നമുക്ക് പല കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റിന്റെ കാര്യം പറയാറ്. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എന്താണോ കണ്ടന്റ്, അത് വാച്ച് ചെയ്യാം, അതുപോലെ അത് ലൈക്ക് ചെയ്യാം, അത് ഷെയർ ചെയ്യാം, അത് കമന്റ് ചെയ്യാം. ഈ കാര്യങ്ങൾക്കൊക്കെയാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, ഇതിൻ്റെ ഒപ്പം നമുക്ക് വീണ്ടും എൻഗേജ്മെന്റ് വരുന്നുണ്ട്. അത് വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ പ്ലാറ്റ്ഫോംസിലാണ്. ഇവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് വാട്സപ്പാണ്. അപ്പോൾ ഇവിടെയും കൂടി നമ്മൾ ഈ എൻഗേജ്മെന്റ് കൊണ്ടുവരണം. ആ എൻഗേജ്മെന്റ് കൊണ്ടുവരുന്ന എന്തൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് ലീഡ് ക്വാളിഫിക്കേഷൻ, ലീഡിനെ ഫോളോ അപ്പിൻ്റെ കാര്യങ്ങൾ, അവിടുത്തെ അവർക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്താം. ഇത് നമുക്ക് വെബ്സൈറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചെയ്തിട്ടോ നമുക്ക് എൻഗേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യം ഇങ്ങനെയാണ്. നിങ്ങൾക്കൊരു വെബ്സൈറ്റോ ലാൻഡിങ് പേജോ മാത്രമായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഒരു ആൾട്ടർനേറ്റീവ് ചാനൽ കൂടി വേണം. അപ്പോൾ വെബ്സൈറ്റിന് സാധാരണ നമ്മൾ പറയാം ഒരു ഷോപ്പ്. ആ ഒരു ഷോപ്പിൽ എന്താണ്, ഒരു ഷോപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്, അവിടെ ഒരു നോ സെയിൽസ്മാൻ, ഒരു സെയിൽസ്മാൻ ഇല്ലാത്തൊരു രൂപത്തിലുള്ളൊരു ഷോപ്പ്. അവിടെ ആരും ഹെൽപ്പിനില്ല, നോ ഹെൽപ്പ്, അവർക്ക് ഹെൽപ്പിന് ആരുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു ചാറ്റ് ബട്ടൺ ഇട്ട് കൊടുക്കുക.
ഈ ചാറ്റ് ബട്ടനെ അല്ലെങ്കിൽ ഈ ചാറ്റിനെ ഓട്ടോമേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ രണ്ടാമത് നോക്കേണ്ട ഒരു കാര്യം, പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു ഫിൽ ഫോം ആൻഡ് വെയിറ്റ്. അപ്പോൾ ഫിൽ ഫോം ആൻഡ് വെയിറ്റ് ഇതിൻ്റെ കാലം കഴിഞ്ഞു, ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഫോം ഫിൽ ചെയ്തിട്ടൊക്കെ വരുന്ന ലീഡുകളൊക്കെ എത്രത്തോളം വരുന്നുണ്ട്? വളരെ വളരെ കുറവായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്യുക, ചാറ്റ് ബട്ടൺ കൊടുക്കുക, അതിലേക്ക് ഇതാകുക, കുറേ ആളുകൾ വരും. ഞാൻ പറയുന്ന ഒരു 20, നിങ്ങൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 20% ആളുകൾ ഈ സംഭവം ക്ലിക്ക് ചെയ്തിട്ട് വരും. ഐ എം ഷുവർ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പല പ്രോഡക്റ്റുകളും പല സർവീസുമായി റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അതിനുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ അറ്റൻഷൻ സ്പാന് കുറഞ്ഞു. നമുക്കറിയാം സാധാരണ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 6 സെക്കൻഡിലേക്കാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം ഒരു 6 സെക്കൻഡിൽ അവർക്ക് ഹുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഈ അറ്റൻഷൻ സ്പാൻ പറഞ്ഞപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ഒക്കെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ചെയ്യാൻ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഈ ഇന്റർനെറ്റ് സ്പീഡ് അനുസരിച്ചിട്ട് കുറേ സമയം എടുക്കും. പലരും പല വെബ്സൈറ്റിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ 10-15 സെക്കൻഡുകളൊക്കെ എടുത്തിട്ടാണ് ലോഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പം അത്രയും സമയം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഈ ഒരു യൂസർക്ക് താല്പര്യമില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ആഡ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ജസ്റ്റ് ഒരു ചാറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അവർക്ക് ബാക്കി കാര്യങ്ങൾ വാട്സപ്പിൽ നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഹെൽപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ആൻസേഴ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാനുവൽ ആവാം, ഓട്ടോമാറ്റഡ് ആവാം. അപ്പോൾ കൂടുതൽ ക്വറീസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റ് ചെയ്യാണ് വേണ്ടത്. മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺവെർസേഷനാണ്. ഇനി നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ചാറ്റ് GPT നോക്കുക, എന്താണ് കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് കോൺവെർസേഷൻ കൊമേഴ്സ് എന്നുള്ള രൂപത്തിൽ. ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് ജസ്റ്റ് കണ്ടന്റ് മാത്രം പോരാ. കണ്ടന്റ് വേണം, പക്ഷേ കണ്ടന്റ് മാത്രം പോരാ. അതുപോലെ ക്ലിക്കുകൾ മാത്രം പോരാ, നോട്ട് ജസ്റ്റ് ക്ലിക്സ്. പിന്നെ ചാറ്റുകൾ വേണം ആൻഡ് ക്ലോസ്. ഇവിടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ ചാറ്റുകൾ വേണം, എന്നിട്ട് ക്ലോസ് ചെയ്യും. കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ടെലികോളിംഗ് ചെയ്തിട്ട് നടത്താവുന്നൊരു സംഗതിയുടെ ഒരു ട്രെൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പ്രൊഡക്റ്റാണ്, നിങ്ങളെ ഒരാൾ ടെലികോളിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പിച്ച് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവും? ആ ഒരു സെയിം സംഭവം തന്നെയല്ലേ നിങ്ങളുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് പിച്ച് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ സംഭവിക്കുന്നു. ഒന്നുകിൽ ഫോൺ കട്ട് ചെയ്ത് പോകും, അല്ലാണ്ടെങ്കിൽ താല്പര്യമില്ലാതെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ പിന്നെ വിളിക്കാൻ പറയും, അല്ലെങ്കിൽ ബിസിയാണ്. ഇങ്ങനത്തെ കുറേ എക്സ്ക്യൂസുകൾ പറയാനുണ്ട്. പക്ഷെ ഈ ഫുൾ ടൈം നോക്കിയിരിക്കുന്ന വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ്, അപ്പോൾ കോൺവെർസേഷൻ്റെ സാധ്യതകളാണ് ഇനി ഇവിടുന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേം പഠിക്കുക, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ വെബ്സൈറ്റ് മാത്രം പോരാ, വെബ്സൈറ്റിൻ്റെ കൂടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലൂടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു കോൺവെർസേഷണൽ കൊമേഴ്സ് വരുമ്പോൾ കൂടെ ചാറ്റിലൂടെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് പിച്ച് ചെയ്യാനുള്ള സംഗതികൾ, അതുപോലെ അതായത് കാറ്റലോഗ് എന്നുള്ള രൂപത്തിൽ, പിന്നെ അതുപോലെ പേയ്മെൻറ്റ്, പിന്നെ അതിൻ്റെ അപ്ഡേറ്റുകൾ, ഫോളോ അപ്പുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നടത്താം. നിങ്ങൾ വേറൊരു ആപ്പ് ഉണ്ടാക്കി വേറൊരു സംഭവം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ താഴെ നമ്പറുകൾ കാണാം, കണക്ട് ചെയ്യാം, വെബിനാർ അറ്റൻഡ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, കൂടുതൽ പഠിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുക. പഴയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയ റിസൾട്ട് പ്രതീക്ഷിച്ച് കിട്ടൂല, നടക്കൂല. എനിവേ, താങ്ക് യു സോ മച്ച്.